ഹായ് ഹലോ എവരി വൺ, ഐ ആം റുക്സാന അജ്മൽ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ പ്രിപ്പയർ ചെയ്യാനായിട്ട് പോകുന്നത് ബ്രെഡ് വെച്ചിട്ട് ഒരു അടിപൊളി നൂഡിൽസ് ആണ്. അപ്പം നിങ്ങൾ വിചാരിക്കും ബ്രെഡ് വെച്ചിട്ടൊക്കെ നൂഡിൽസ് റെഡിയാക്കാനായിട്ട് പറ്റുമോ എന്ന്. നമ്മുടെ കുട്ടികൾക്ക് മാഗി ഇപ്പി പോലെയുള്ള ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള നൂഡിൽസൊക്കെ ഒഴിവാക്കിയിട്ട് ബ്രെഡ് വെച്ചിട്ടും ചപ്പാത്തി വെച്ചിട്ടൊക്കെ നൂഡിൽസ് ഒന്ന് റെഡിയാക്കി കൊടുത്തു നോക്കിയ പിള്ളേർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. ഞാൻ ഇതിന് മുന്നേ എൻ്റെ ഷോർട്സ് കിടപ്പുണ്ട്. ചപ്പാത്തി വെച്ചിട്ടൊരു നൂഡിൽസ് ഞാൻ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അതിന് നല്ല റിവ്യൂ ആണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾ എൻ്റെ ഷോർട്സിലൊന്ന് കയറി നോക്കണേ. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആണെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ബ്രെഡ് എടുക്കുക. ബ്രെഡ് എടുത്തിട്ട് ബ്രെഡിൻ്റെ 4 സൈഡും ആ ബ്രൗൺ കളറിലുള്ള ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് നമ്മൾ മാറ്റിയെടുക്കണം. മാറ്റിയെടുത്തതിന് ശേഷം ആ ബ്രെഡിനെ നമ്മൾ സ്റ്റീമറിൽ വെച്ചിട്ട് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 3 മിനിറ്റൊക്കെ സ്റ്റീം ചെയ്താൽ മതിയാവും. അപ്പോൾ നമ്മൾ സ്റ്റീം ചെയ്യുമ്പോഴത്തേക്കിന് സ്റ്റീം ചെയ്യുന്ന പാത്രത്തിൽ ഒന്ന് എണ്ണ തടവി കൊടുക്കണേ. അപ്പോൾ ഒട്ടിപ്പിടിക്കാനായിട്ടുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പം എണ്ണയൊക്കെ തൂക്കി കൊടുത്തതിന് ശേഷം 3 മിനിറ്റായി നമ്മുടെ ബ്രെഡ് നമ്മൾ സ്റ്റീമറിൽ നിന്ന് എടുത്തിട്ടുണ്ട്. എടുത്തതിന് ശേഷം ഒന്നെങ്കിൽ ഒരു റോളർ വെച്ചിട്ടോ അല്ല എങ്കിൽ നമ്മുടെ കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് നെക്കി കൊടുത്താൽ മതിയാകും. ഞാൻ കൈ വെച്ചിട്ടാണ് നെക്കി കൊടുത്തത്. കാരണം സ്റ്റീമറിൽ വെച്ചിട്ട് നമ്മൾ സ്റ്റീം ചെയ്തത് കൊണ്ട് തന്നെ നമ്മുടെ ആ ബ്രെഡൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പം കൈ വെച്ചിട്ട് നമ്മളൊന്ന് ജസ്റ്റ് നെക്കി കൊടുക്കുമ്പോൾ തന്നെ അത് നല്ല രീതിയിൽ തിന്നായിട്ട് കിട്ടും. അപ്പം നമ്മൾ അതിനെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇത്രയും പീസസ് ഞാൻ എടുത്തിട്ടുണ്ട്. അതിനെല്ലാം നമ്മൾ ഒരു കത്തി വെച്ചിട്ട് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. ചെറിയ ചെറിയ പീസസ് ആയിട്ട്, അതായത് ഫ്രഞ്ച് ഫ്രൈസ് ഇല്ലേ, ഫ്രഞ്ച് ഫ്രൈസിൻ്റെ പോലെ ആ ഒരു കട്ടിയിലും ആ ഒരു ലെങ്തിലും ഇരിക്കും. മനസ്സിലായോ? അപ്പോൾ അതേപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ബ്രെഡ് ആയതുകൊണ്ട് തന്നെ ഒത്തിരി തിന്നായിട്ടൊന്നും നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ എല്ലാത്തിനും അതേപോലെ കട്ട് ചെയ്ത് മാറ്റി വെക്കുക. അതിനുശേഷം നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. പിന്നെ ചോപ്പ് ചെയ്ത് വെച്ച ഒനിയനും ഇട്ട് കൊടുത്ത് 6 ചെറിയ വെളുത്തുള്ളി ചെറിയ ചെറിയ പീസസ് ആക്കി വട്ടത്തിൽ കട്ട് ചെയ്തതും ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കുക. പിന്നെ കുറച്ച് വെജിറ്റബിൾസ് ആവശ്യമുണ്ട്. ആദ്യമായിട്ട് നമ്മൾ ക്യാബേജ് എടുക്കുക. ക്യാബേജിനെ നീളത്തിൽ ചെറിയ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്ത് അത് കുറച്ചിട്ട് കൊടുക്കുക. ഒത്തിരി ഒന്നും വേണ്ട, ഒരു ക്യാബേജിൻ്റെ ഒരു 1/4 ഭാഗം മാത്രം മതി. പിന്നെ അതേപോലെ തന്നെ ക്യാരറ്റും നീളത്തിൽ കട്ട് ചെയ്തത് അതും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ഇതിലേക്ക് ആവശ്യം വേണ്ടത് ബീൻസാണ്. 2 ബീൻസ്, ചെറിയ 2 ബീൻസും കൂടെ നീളത്തിൽ കട്ട് ചെയ്തത് അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കുക. പിന്നെ വേണ്ടത് 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ 1/2 ടീസ്പൂൺ ചതച്ചമുളക് ഇട്ട് കൊടുക്കാം. ചതച്ചമുളക് ഇല്ലെങ്കിൽ 1/2 ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുത്താലും മതിയാകും. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. ഇനി വേണ്ടത് സോയാ സോസും ടൊമാറ്റോ സോസുമാണ്. 1 ടേബിൾ സ്പൂൺ വീതം സോയാ സോസും ടൊമാറ്റോ സോസും ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് വേണ്ടത് ക്യാപ്സിക്കമാണ്. ഞാൻ യെല്ലോ കളറിലെ ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്, റെഡ് കളറിലെ ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. അതും കൂടെ നീളത്തിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഇളക്കി യോജിപ്പിക്കുക. വെജിറ്റബിൾസിൻ്റെയും അതേപോലെ തന്നെ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കുക. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഒരു മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുട്ട ഓപ്ഷണലാണ്. മുട്ട വേണ്ടവർക്ക് ചേർത്ത് കൊടുക്കാം, അല്ലാത്തവർക്ക് ഇത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ കുറച്ച് ഉപ്പും ചേർത്ത് മുട്ട ചിക്കി എടുക്കുക. ഹൈ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് വേണം മുട്ട ചിക്കി എടുക്കാനായിട്ട്. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യം വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമല്ല, നമ്മുടെ നൂഡിൽസിന് വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ചിട്ടുള്ള ബ്രെഡിൻ്റെ പീസസ് ആണ്. അത് മുഴുവനായിട്ടും ആദ്യം തന്നെ ചേർത്ത് കൊടുക്കരുത്. ആദ്യം പകുതി നമ്മൾ ചേർത്ത് കൊടുത്ത് ആ കൂട്ടൊക്കെ നന്നായിട്ട് ബ്രെഡിലേക്ക് പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ബാക്കിയുള്ള ബ്രെഡിൻ്റെ പീസസ് ഇട്ട് കൊടുത്ത് അതും കൂടെ നന്നായിട്ട് ഇളക്കി നന്നായിട്ട് യോജിപ്പിക്കുക. പിന്നെ അതിലേക്ക് നമ്മൾ ആവശ്യം വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സോസാണ്. ടൊമാറ്റോ സോസ് നമ്മൾ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് ചതച്ചമുളകും കൂടി ചേർക്കുന്നുണ്ട്. ഈ ചതച്ചമുളക് ഇല്ലാത്തവർ കുറച്ച് മുളക് പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ്. അപ്പം നമ്മുടെ ഡെലീഷ്യസ് ആയിട്ടുള്ള ബ്രെഡ് നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഭയങ്കര ടേസ്റ്റ് ആണെന്ന് വെച്ചാൽ അപാര ടേസ്റ്റാണ്. നമുക്ക് വീണ്ടും വീണ്ടും കഴിക്കണമെന്ന് തോന്നും. പിന്നെ കുട്ടികൾക്കൊക്കെ ഇല്ലേ, സ്കൂളിൽ വേണമെങ്കിൽ ചോറിന് പകരമായിട്ട് ചില ദിവസങ്ങളിലൊക്കെ വേണമെങ്കിൽ കൊടുത്തു വിടാം. ചപ്പാത്തി നൂഡിൽസ് വേണമെങ്കിൽ കൊടുത്തു വിടാം കേട്ടോ. ഇതൊക്കെ ഹെൽത്തി ആയിട്ടുള്ളതാണ്. നമ്മുടെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള 2 മിനിറ്റിലൊക്കെ റെഡിയാക്കുന്ന നൂഡിൽസ് ഉണ്ടല്ലോ, മാഗി ഇപ്പി പോലെയുള്ള, അതൊക്കെ നമ്മുടെ ഹെൽത്തിനെ നന്നായിട്ട് ബാധിക്കുന്നതാണ്. അതൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് ഇതേപോലെയുള്ള നൂഡിൽസ് ഒക്കെ കുട്ടികൾ
കുട്ടികൾക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം എൻ്റെ ഈ ഒരു ഡെലീഷ്യസ് ആയിട്ടുള്ള ബ്രെഡ് നൂഡിൽസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ വീണ്ടും കാണുമ്പോഴേക്കും ഗുഡ് ബൈ.